ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കാണാൻ പോകുന്ന കസിൻസിൻ്റെ കല്യാണം എന്ന് പറഞ്ഞൊരു മലയാളം വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 17 ഇതിന് മുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. കാണാത്തവർ തീർച്ചയായും കണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ ചന്തു മനുവും കൂടെ വെളിയിൽ നിന്ന് സംസാരിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ചന്തു മനുവിനോട് പറയുകയാണ്, എനിക്കിനി നിമ്മയായിട്ട് സംസാരിക്കാൻ ഒരു വഴിയുമില്ല, പക്ഷേ അത് കണക്കല്ല, നിനക്ക് തീയോട് സംസാരിക്കാൻ ഇനിയും ചാൻസ് ഉണ്ടെന്ന് അവനോട് പറയുകയാണ്. മനു അത് എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ചന്തുവും പറയുകയാണ് മീഡിയേഷൻ എന്ന്, അതായത് അവരെ കസിൻസ് വരുതിയെ എടുത്ത് സംസാരിക്കാമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഇപ്പം നമ്മുടെ മനു ഓരോ കസിൻസിൻ്റെ അടുത്തും ചെന്ന് ചോദിക്കുകയാണ്, പക്ഷെ അവരാർക്കും സഹായിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഒഴിയുകയാണ്. അവനും ഇപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി ദിയെ എടുത്ത് ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ ചെല്ലുകയാണ്. അങ്ങനെ ഇപ്പോൾ ദിയെ എടുത്ത് ചെന്നിട്ട് അവൻ സോറി പറയുകയാണ്. ദിയേം പറയുകയാണ്, എനിക്ക് നിൻ്റെ അടുത്തൊരു പ്രശ്നവുമില്ല, പക്ഷെ നമ്മൾ തമ്മിൽ ഒരിക്കലും സെറ്റ് ആവത്തില്ല, നമുക്ക് പണ്ടത്തെ പോലെ കസിൻസ് ആയിട്ട് ഇരിക്കാമെന്ന് മനുവിനോട് പറയുകയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. അടുത്ത സീനിൽ കാണിക്കുന്ന എല്ലാ കസിൻസും കൂടെ ഇരിക്കുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മേഘ അവരോട് എല്ലാവരോടും പറയുകയാണ്, നമുക്ക് ബീച്ചിൽ പോവാം, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പ്രോമിസ് പറഞ്ഞില്ല, ഇന്നാകുമ്പോൾ നമുക്ക് വാനുണ്ട്, ആ വണ്ടിയിൽ കയറി നമുക്ക് പോകാമെന്ന് അവരോട് എല്ലാവരോടും പറയുകയാണ്. ഇപ്പം ദിയേം പറയുകയാണ് നമുക്ക് പോകാമെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടെ വാനിൽ കയറി ബീച്ചിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ ദിയ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ചന്തു അവളുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് മനു പാവമാണെന്നും അവ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ഇങ്ങനെ പറഞ്ഞതെന്നും അവളോട് പറയുകയാണ്. ഇത് കേട്ട ദിയേം പറയുകയാണ്, എനിക്ക് അവൻ്റെ സ്വഭാവം എനിക്കറിയാം, പക്ഷെ അവൻ എന്നെ ഒരു 2 ടൈമർ എന്ന് കരുതിയത് മാത്രമാണ് എനിക്ക് വിഷമമെന്ന് ചന്തുവിനോട് പറയുകയാണ്. ഇപ്പം നമ്മുടെ ദിയയും ചന്തുവിനോട് ചോദിക്കുകയാണ്, നീ അശ്വതി എടുത്ത് സോറി പറഞ്ഞു എന്ന്. ചന്തുവും പറയുകയാണ് ഇല്ലെന്ന്. ഇത് കേട്ട നമ്മുടെ ദിയ അവനോട് പറയുകയാണ്, നീ എന്തായാലും അശ്വതി എടുത്ത് സോറി പറയണമെന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് അശ്വതി എടുത്തോട്ട് പറഞ്ഞു വിടുകയാണ്. ഇപ്പം നമ്മുടെ ചന്തുവും അശ്വതി എടുത്ത് എന്ന് സോറി എല്ലാം പറഞ്ഞ് പഴയ പോലെ അവർ തമ്മിൽ മിണ്ടുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ മേഘ ഇപ്പോൾ സംസ്കൃതത്തിൽ ചോദിക്കുകയാണ്, അങ്കിളും ആൻറ്റിയും കൂടെ സെപ്പറേറ്റ് ആയപ്പോൾ ചേച്ചി അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഇപ്പോൾ ചോദിക്കുകയാണ്. ഇത് കേട്ട സംസ്കൃതിയും പറയുകയാണ്, എൻ്റെ അച്ഛൻ്റെ പ്രസൻസ് എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് വിഷമം തോന്നിയിട്ടില്ല ഇപ്പം മേഘ എടുത്ത് അവൾ പറയുകയാണ്. സംസ്കൃതി ഇപ്പം നീ എന്തിനാണ് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചത് അവളോട് ചോദിക്കുകയാണ്. മേഘയും പറയുകയാണ്, വെറുതെ ചോദിച്ചതെന്ന് സംസ്കൃതിയോടും പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അതോടുകൂടി ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ്.